Hi all, today we start discussing module 1, chapter 6. This Apostol's book chapter 6 ആണ് functions of bounded variations and rectified curves. ഇതിൽ നമ്മൾ ആദ്യം functions of bounded variations പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് at the last of this module we will discuss some relation between rectifiable curves and functions of bounded variation. നമ്മൾ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നെങ്കിലും ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് മോണോട്ടോണിക് ഫംഗ്ഷൻസിനെ പറ്റിയാണ്. മോണോട്ടോണിക് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിയറം 6.1 ആണ്. തിയറം പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് എഫ് ഇസ് a monotonically increasing function defined on a closed interval AB, then if we choose any n plus 1 points, x0, x1, x2, etc., xn plus 1, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പോയിന്റ്സിലെല്ലാം നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ക്യാൻ ബി ഡോമിനേറ്റഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബി. അതാണ് നമുക്ക് തിയറം 6.1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാണാം. തിയറം 6.1 സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അതാണ് തിയറം 6.1 സ്റ്റേറ്റ്മെന്റ്. Let f be an increasing function defined on closed interval AB, and let x0, x1, x2, xn be n plus 1 points such that a should be this x0, the first point, and x1, x2, etc. are in this order, and xn will be b. Okay, so this is like the partition of AB. Then we have the inequality, summation k equal to 1 to n minus 1 f of xk plus minus f of xk minus. So this is the difference between right hand limit and left hand limit at xk is always less than or equal to f of b minus f of a. Okay, now prove ingane. For the proof we choose points yk, choose yk from each of these subintervals. Yk belongs to xk comma xk minus 1 for k is equal to 1, 2, 3, etc. n minus 1, and you can choose y0 as well. Y0 belongs to this the first interval x0 comma x1. Okay, from x1 x2 you will get y1, from x2 x3 you will get y2, and so on. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ ഇന്റർവൽ ഇങ്ങനെ ചൂസ് ചെയ്യണം. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, if we choose such a points, then if you consider this is our AB, and if we have xk here and xk plus 1 here, then from this interval we choose the point yk. Okay, and from the previous interval we have chosen yk minus 1. Okay, so ഇതാണ് രണ്ട് ഈ പറയുന്ന ykകളുടെ സെലക്ഷൻ. അതുകൊണ്ട് തന്നെ so this is yk minus 1. ഈ പറയുന്ന ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ അസ്യൂം ചെയ്യാം ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് അസ്യൂം ചെയ്തുള്ള ഒരു അഡ്വാൻറ്റേജ്, ഇഫ് വി കൺസിഡർ ദിസ് വൺ പെർട്ടിക്കുലർ പോയിന്റ് എക്സ് കെ, ഈ പോയിന്റിൽ എക്സ് കെ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെന്ന് പോലുമില്ല, പക്ഷേ ഇതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് ഇഫ് വി കൺസിഡർ എഫ് ഓഫ് xk minus, that is the left hand limit at xk. Okay, അതെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എഫ് ഓഫ് yk മൈനസ് 1 വലുതായിരിക്കും. ഓക്കെ, ഇതിനേക്കാൾ വലുതായിരിക്കും. ഈ പറയുന്ന yk മൈനസ് 1 കഴിഞ്ഞാണ് xk വരുന്നത്. മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള xkയുടെ താഴെയുള്ള വൈകളുടെ ഫംഗ്ഷൻ വാല്യൂ എടുത്ത് ലിമിറ്റ് എടുക്കുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ എഫ് ഓഫ് yk മൈനസ് 1 വലുതായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് കെ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനേക്കാൾ വലുതായിരിക്കും റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ yk എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കുന്നത് എവിടെയാണ്? ആഫ്റ്റർ എക്സ് കെ ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് കെ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എഫ് ഓഫ് ykനേക്കാളും ചെറുതായിരിക്കും. സോ ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് yk. ഇതാണ് ഈ k ഈക്വൽ ടു 1, 2, 3, etc. n മൈനസ് 1 വരെയുള്ള പോയിന്റ്സിനും ട്രൂ ആവുന്നത്. n മൈനസ് 1 വരെ 1 തുടങ്ങിയല്ല, 0 എന്നത് ട്രൂ ആവും. അതായത് y0 എടുത്ത കെയുടെ വാല്യൂ 1 to n മൈനസ് 1 എടുത്താലും ഈ ഇൻഇക്വാലിറ്റീസ്
ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻഇക്വാളിറ്റീസിൻ്റെ പ്രത്യേകത ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് ലിമിറ്റും അറ്റ് എക്സ് കെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് കെ എടുത്താൽ ആ രണ്ട് ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ് ഓഫ് എഫ് ഓഫ് വൈ കെ മൈനസ് വൺ എഫ് ഓഫ് വൈ കെ. അപ്പോൾ അത് സംഭവിക്കുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ് എഫ് ഓഫ് എക്സ് കെ മൈനസ് വണ്ണും എഫ് ഓഫ് എക്സ് കെ മൈനസും എഫ് ഓഫ് എക്സ് കെ പ്ലസ് വൺ, ഈ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് വലിയ നമ്പറിൻ്റെ അല്ലെങ്കിൽ ഈ വലിയ ഡിഫറൻസിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇൻഇക്വാളിറ്റി ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് കെ പ്ലസ് മൈനസ് എഫ് ഓഫ് എക്സ് കെ മൈനസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ കെയും എഫ് ഓഫ് വൈ കെ മൈനസ് കൊണ്ടും തമ്മിലുള്ള വൈ കെ മൈനസ് കൊണ്ടും തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ ചെറുതായിരിക്കും എന്നുള്ളതാണ്. ഇത് എല്ലായ്പ്പോഴും ട്രൂ ആണ് ഫോർ കെ ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ മൈനസ് 1 വരെ. അപ്പോൾ കെക്ക് ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഓരോ ഇൻഇക്വാളിറ്റീസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിലത്തെ ഓരോ ഇൻഇക്വാളിറ്റീസ് കിട്ടും. അല്ല നമുക്ക് ഇൻഇക്വാളിറ്റീസ് നമുക്ക് എഴുതാം. കെക്ക് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് മൈനസ് എഫ് ഓഫ് എക്സ് വൺ മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈക്ക് എന്ന് പറയുന്നത് വൈ വൺ ആവും, കാരണം കെക്ക് 1 ആണ് കൊടുക്കുന്നത്. എഫ് ഓഫ് ഇത് വൈ നോട്ട് ആവും. ഓക്കെ, നമുക്കറിയാം വൈ നോട്ട് എന്ന് പറയുന്ന എഫ് ഓഫ് വൈ നോട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്യാം. അത് എല്ലായ്പ്പോഴും എനേക്കാൾ വലിയൊരു നമ്പറാണ്. എ ആണ് നമ്മുടെ എക്സ് നോട്ടിനേക്കാൾ വലിയ നമ്പറാണ് വൈ നോട്ട്. ഓക്കെ, അത് നമുക്ക് ഇത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ദെൻ വാട്ട് ഇസ് ദ സെക്കൻഡ് ഇൻഇക്വാലിറ്റി? ദാറ്റ് വിൽ ബി എഫ് ഓഫ് എക്സ് ടു പ്ലസ് മൈനസ് എഫ് ഓഫ് എക്സ് ടു മൈനസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് y2 minus f of y1. Okay, continue writing these inequalities. You will get the last one is for k equal to n minus 1. So f of xn minus 1 plus right hand limit at xn minus 1 minus f of xn minus 1 minus left hand limit, corresponding left hand limit. This is always less than or equal to ഇവിടെ എന്താണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. എഫ് ഓഫ് വൈ എൻ മൈനസ് 1 we write this as minus f of y n minus 2. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഈ ഇൻഇക്വാളിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ എൽ എച്ച് എസിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സമ്മാണ്. സമ്മേഷൻ k equal to 1 to n minus 1 f of xk plus minus f of xk minus 1. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഈ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാം. എഫ് ഓഫ് അതുപോലെ ഇത് അടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ റിമൈനിങ് വിൽ ബി അപ് ഓൾ ദ വേ അപ് ടു ദിസ്. സോ ദ റിമൈനിങ് വിൽ ബി എഫ് ഓഫ് വൈ എൻ മൈനസ് 1 n minus 1 minus f of y naught. ഇവിടെയാണ് നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്. We have chosen y naught in such that x naught that is equal to a, y naught is always greater than this number x naught. Okay, and we know that yn minus 1 that is always less than or equal to strictly less than xn ആണ്. ഇത് y xn minus 1 xn എന്നാണ് yn minus 1 ഓപ്പൺ എൻഡോളിൽ നിന്നാണ് നമുക്ക് yn minus 1 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സിൻസ് f is increasing then f of x naught or f of a is always less than or equal to f of y naught less than or equal to f of yn minus 1 less than or equal to f of xn f of b ആണ്. അപ്പോൾ ഇതിന് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ ദിസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇതാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരുന്ന inequality. Okay, the sum of all the gems at these points. Okay, ഇത് ജമ്പുകളാണ്. ഓക്കെ, എക്സ് കെ എന്ന് പറയുന്ന പോയിന്റ്സുള്ള ജമ്പുകളാണ്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരേക്കാൾ താഴെയായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എക്കാൾ താഴെയായിരിക്കും. അപ്പോൾ ഇത് ഈ റിസൾട്ട് എന്തിനാ അല്ലെങ്കിൽ തിയറം എന്തിനാ പ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് വി വിൽ സീ ദാറ്റ് ദ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഓക്കെ, അതായത് ഏത് മോണോട്ടോണിക് ഫംഗ്ഷൻ എടുത്താലും ഇതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മോണോട്ടോണിക്കലി ഡിക്രീസിങ് ഫംഗ്ഷനും ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് എന്താ വരിക?
ഈ ജമ്പ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കെ മൈനസ് വൺ ആയിരിക്കും എഫ് ഓഫ് എക്സ് കെ പ്ലസ് എന്നേക്കാൾ വലുതായിട്ട് വരിക. അപ്പോൾ ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യണം. എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി ആക്കണം. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഡിക്രീസിങ് ഫംഗ്ഷനും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഏത് മോണോട്ടോണിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഡിക്രീസിങ് ആണെങ്കിലും ഇൻക്രീസിങ് ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ദി ഡിസ്കണ്ടിന്യൂറ്റീസ് ഓഫ് ദോസ് മോണോട്ടോണിക് ഫംഗ്ഷൻസ് ഈസ് ഓൾവേസ് ഫൈനൈറ്റ്. അതായത് അല്ലെങ്കിൽ ഫൈനൈറ്റ് എന്നല്ല, ചിലപ്പോൾ ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടബിളി ഫൈനൈറ്റ് ആയിരിക്കും. അറ്റ് ദ മോസ്റ്റ് കൗണ്ടബിളി ഫൈനൈറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് എന്യൂമറേറ്റ് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്താവുന്ന തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് മാത്രമേ മോണോട്ടോണിക് ഫംഗ്ഷൻസിന് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമ്മൾ അടുത്ത റിസൾട്ടായിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ കൊറോറിയെന്നോ നമുക്ക് കാണാൻ പറ്റും.